നമസ്കാരം. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെ ആയിരുന്നു, ഇപ്പോഴത്തെ മുംബൈ. ആര്യ സമാജം സ്ഥാപിച്ച വർഷം 1875. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ആര്യ സമാജം. ആര്യ സമാജത്തിൻ്റെ ആപ്തവാക്യം കൃണന്തോ വിശ്വം ആര്യം. കൃണന്തോ വിശ്വം ആര്യം. അർത്ഥം ലോകത്തെ മഹത്വപൂർണം ആക്കുക. ദയാനന്ദ സരസ്വതിയുടെ ജന്മദേശം ഗുജറാത്തിലെ തങ്കാരയാണ്. ജനിച്ച വർഷം 1824. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽശങ്കർ എന്നാണ്. മൂൽശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി വിർജാനന്ദയാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥ, ശൈശവ വിവാഹം, വിഗ്രഹാരാധന, ബഹുഭാര്യാത്വം തുടങ്ങിയവയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ദയാനന്ദ സരസ്വതി. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകൻ ദയാനന്ദ സരസ്വതി. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചത് ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ആര്യന്മാരുടെ ജന്മദേശം ടിബറ്റ് ആണെന്ന വാദം മുമ്പോട്ട് വെക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം രചിച്ച വർഷം 1875. ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിക്കാൻ ഉപയോഗിച്ച ഭാഷ ഹിന്ദിയാണ്. ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രം ആര്യപ്രകാശം. ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. ദയാനന്ദ സരസ്വതി പശു സംരക്ഷണത്തിനായി 1882 ആരംഭിച്ച സംഘടനയാണ് ഗോരക്ഷിണി സഭ. വേദകൃതികളും തൻ്റെ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിനായി ദയാനന്ദ സരസ്വതി പരോപകാരിണി സഭ ആരംഭിച്ച സ്ഥലമാണ് അജ്മീർ. ദയാനന്ദ സരസ്വതി വേദപഠനത്തിനായി ആദ്യ സ്കൂൾ ആരംഭിച്ചത് ഫറൂഖാബാദിലാണ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലാജ്പത് റായ്. ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് മരിക്കാനിടയായ സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച സംഘടന ആര്യ സമാജമാണ്. 1886 ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ലാല ഹൻസ് രാജ് ആണ്. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികളാണ്. ഇത്രയുമാണ് പ്രധാനമായും ആര്യ സമാജത്തെ പറ്റിയും അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതിയെ പറ്റിയും പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.